എൻ്റെ ശുപാർശയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന അറിയാം. പക്ഷെ പറഞ്ഞിരുന്നു നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചതിനാവട്ടെ വളരെ വിശദമായി എണ്ണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. അതോടുകൂടി മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട് നിസ്സഹായരായിട്ടിരിക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷം നിയമസഭയിൽ? തിരിച്ചൊരു കാര്യം ചോദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പ്രതിഷേധ സ്വരം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്തിന് ആ മറുപടിയുടെ മുമ്പിൽ നിരായുധരും നിസ്സഹായരുമായി മാറേണ്ടി വന്നു. അതോടെ കാര്യം എല്ലാവർക്കും വ്യക്തമായി. ഇപ്പോ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. അഴിമതിയെക്കുറിച്ചിപ്പോ മിണ്ടാട്ടമില്ല. എന്തായാലും ഇപ്പൊ പറയുന്നത് ജലചൂഷണത്തെക്കുറിച്ചാണ്. അതിനും മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാലക്കാട്ടാണല്ലോ, പാലക്കാട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ബാക്കി ചില കാര്യങ്ങളിലേക്ക് കൂടി വരാം. എന്താണ് പറയുന്നത്? അങ്ങേയറ്റം തെറ്റായ പ്രചരണം ആസൂത്രിതമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളും. ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒരുങ്ങുകയാണ് മന്ത്രി എം പി രാജേഷ്.